കറന്റ് ഉള്ള ഏജിനെക്കാട്ടിലും കൂടുതൽ ഏജ് ആണ് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഇപ്പൊ നമുക്ക് ആർക്കാ അല്ലേ നമ്മുടെ കറക്റ്റ് ഏജിനെക്കാട്ടിലും കൂടുതൽ ഏജ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വിഷമാവുമല്ലോ അല്ലെ. എനിക്ക് അങ്ങനെ വിഷമായിരുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫേഷ്യൽ ഫാറ്റിനെ പറ്റിയാണ്. അപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും ഇത്. അപ്പം അതെങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം, എന്തൊക്കെ എക്സസൈസ് ആണ്, ഞാൻ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്ത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. അപ്പോൾ എൻ്റെ ഫേസിൽ നേരത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചബ്ബി ആയിട്ടുള്ള ഫേസ് ആയിരുന്നു. എനിക്ക് അധികം വെയിറ്റ് ഇല്ലായിരുന്നു, എൻ്റെ ഏജിനൊത്ത വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ബോഡി നല്ല ഇങ്ങനെ ചബ്ബി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കറന്റ് ഉള്ള ഏജിനെക്കാട്ടിലും കൂടുതൽ ഏജ് ആണ് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഇപ്പൊ നമുക്ക് ആർക്കാ അല്ലേ നമ്മുടെ കറക്റ്റ് ഏജിനെക്കാട്ടിലും കൂടുതൽ ഏജ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വിഷമാവുമല്ലോ അല്ലെ. ഇത് ചെയ്യുവാണെങ്കിൽ ഫേഷ്യലെ ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേഷ്യൽ എക്സസൈസ്, ഈ ഒരു എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും എല്ലാം കൂടെ ചെയ്താലേ ഉള്ളൂ ഈ ഒരു ഇച്ചിരി എഫക്റ്റീവായിട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ചിലർക്കൊക്കെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോഡിയിലെ വെയിറ്റ് നന്നായിട്ട് പെട്ടെന്ന് ലോസ് ആയി വരും. പക്ഷേ ഫേസ് നന്നായിട്ടിരിക്കും. ചിലരൊക്കെ ഈ പലറില്ലേ ഈ പച്ചവെള്ളം കുടിച്ചാൽ പോലെ ചിലർ വണ്ണം വയ്ക്കുന്ന ഓരോരുത്തരുടെ ബോഡി നേച്ചറാണ് കേട്ടോ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലർ പച്ചവെള്ളം കുടിച്ചാൽ തന്നെ വണ്ണം വയ്ക്കും. അപ്പോൾ അങ്ങനെ ഫേസും വലുതാവും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഡയറ്റ് എടുക്കണം. അതിൻ്റെ കൂടെ ഈ ഒരു എക്സസൈസും കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയുന്നത് വെച്ചാൽ ഒരുപാട് ടൂൾസ് ഉണ്ട് കേട്ടോ. ഈ ഫേഷ്യൽ എക്സസൈസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടൂളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളെന്ന് പറയുന്നത് നമ്മുടെ കൈയാണ്, നമ്മുടെ ഈ ഫിംഗേഴ്സ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ ടൂളൊക്കെ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാം. എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബാത്തിന് മുതൽ കുളിക്കാൻ പോകുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഓയിലൊക്കെ തേക്കുമല്ലോ. ഓയിലൊക്കെ തേച്ച് ഹെയറിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ഓയിൽ കയ്യിൽ വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് വേണം നമ്മൾ ഈ ഒരു ഫേഷ്യൽ എക്സസൈസ് ചെയ്യാൻ. ഓയിൽ തന്നെ വേണം എന്നില്ല കേട്ടോ, ഞാൻ സിമ്പിൾ ഈസി മെത്തേഡാണ് പറഞ്ഞത്. അതാകുമ്പോൾ നമുക്ക് വേറെ സാധനമൊന്നും എടുക്കണ്ട. നമ്മൾ ഏതായാലും ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഹെയറിൽ, ആ കുറച്ച് ഓയിൽ കയ്യിൽ വെച്ചിട്ട് ആ ഒരു ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന എക്സസൈസ് ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിറമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ യൂസ് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സിറം അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള സർഫസ്, ആ ഒരു സർഫസ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും പിടിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഓയിൽ ഉള്ള ഒരു സർഫസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫ്ലോയ്ക്ക് പോകാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്തെങ്കിലും സാധനം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടൂൾസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മടി പിടിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈമിൽ ആ ഒരു ടൂൾസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന് ചെയ്യേണ്ട, പിന്നെ നാളെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടു പോയി നമുക്ക് മടി പിടിക്കും. ഇനിയിപ്പോൾ എൻ്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ ടൂൾസ് ഒക്കെ വാങ്ങിച്ചാൽ കാണാതെ പോകും, കാരണം എൻ്റെ കൊച്ചെടുത്തോണ്ട് പോകും, പിന്നെ ഞാൻ ടൂൾസ് തപ്പി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ കൈ. ഒരു ടൂളിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് ചെയ്യാവുന്ന എക്സസൈസേ ഉള്ളൂ. ഈ ഒരു എക്സസൈസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടൂൾ ഉപയോഗിച്ചല്ല, കൈ ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പം ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് ഇട്ടുണ്ട്, കണ്ണ് എഴുതിട്ടുണ്ട്, അത് വാട്ടർ പ്രൂഫ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ എടുക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇതൊരു എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. മിച്ചുവിന് ജനിച്ചപ്പോൾ തൊട്ട് ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 3 വയസ്സായി അവന്, ഇപ്പോഴും ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളും കുട്ടികൾക്ക് പറ്റിയ അടിപൊളി ഓയിൽസാണ് ഈ എക്സ്ട്രാ വെർജിൻ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് കുറച്ചെടുക്കാം, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇത്ര മാത്രം എടുത്താൽ മതിയേ. അത് നമ്മൾ പാംസിൽ നല്ലപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ.
അധികം നമ്മൾ ഫേസിലേക്ക് എടുക്കണ്ട. എന്നിട്ട് ഇങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐസിൽ, ഫോർഹെഡിൽ, കവളിൽ. ഹെയർ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, ഹെയർ കുറച്ച് കൺജസ്റ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴും നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തില്ല, ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സസൈസ്, ഫസ്റ്റ് ശ്രദ്ധിച്ചോ, ഈ 3 ഇതുണ്ടല്ലോ വെല്ലെടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇത് 1 ഹാൻഡ്, അതായത് ഒരു ഹാൻഡ് നമ്മൾ 5 ടൈംസ് വെച്ചാണ് ചെയ്യുന്നത്. ഇത് 5, ഇത് 5. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത് നോക്കോട്ടോ. അപ്പോൾ ഇതാ 1 2 3 4 5 5. അടുത്തത് ഇത് തന്നെ 1 2 3 4 5. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് ഫോർഹെഡിൽ നിന്ന് താഴോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ ഒരിക്കലും പോകരുത്, മുകളിൽ നിന്ന് താഴേക്ക് വേണം വരാൻ വേണ്ടിയിട്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പിടിക്കുക, കണ്ടോ, ഈ ഒരു മുദ്രയില്ലേ, ഇതെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 2 3 4 5 5. അടുത്തത് ഇതാണ്ട, ഈ വിരലുണ്ടല്ലോ, ഇതെടുക്കുക കേട്ടോ. ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. നമ്മുടെ ഐസിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ചിട്ട് ക്ലോക്ക് വൈസ് 1 2 3 4 5. കണ്ടല്ലോ, 5. അടുത്തത് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അയുടെ താഴെ. 1 2 3 4 5. ഓക്കെ, ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ചൂണ്ടുവിരലുണ്ടല്ലോ. ഇപ്പൊ ചിലർക്കൊക്കെ ഈ സൈഡില്ലേ, ഇവിടെയൊക്കെ റിങ്കിൾസ് വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഈ ചൂണ്ടുവിരലല്ലേ, ഇതിങ്ങനെ ക്രോസ് വെക്കുക. ക്രോസ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് 5 ടൈംസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. 5 ടൈംസ് നമ്മുടെ ഐസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക കേട്ടോ. അടുത്തത് ഈ ഒരു ചൂണ്ടുവിരലെടുത്തിട്ട് 1 2 3 4 5. എല്ലാം നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ലിപ്സ് ഇല്ല അവിടെ. വീണ്ടും ഈ മുദ്ര എടുക്കുക കേട്ടോ. 1 2 3 4 5. നേരത്തെയൊക്കെ നമ്മുടെ ജോലൈനൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആ ഫാറ്റ് ഒക്കെ വന്നിട്ട് ജോലൈൻ ഒന്നും ക്ലിയർ ആവാതെ വരും. അപ്പൊ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതൊക്കെ ഫാറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ ഈ കൈ ഉണ്ടല്ലോ, കൈ എടുത്തിട്ട് ഇങ്ങനത്തെ ഇവിടെ ചിലർക്കൊക്കെ ഡബിൾ ചിന്നൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇവിടെ ചെയ്യുന്നത് നമ്മൾ 5 ടൈംസ് അല്ല, ഒരു 10 to 15 ടൈംസ് നമുക്ക് ചെയ്യാമേ. നമുക്കൊരു ഇപ്പൊ ഫോർ ദ ടൈം ബീങ് നമുക്ക് 10 വെച്ച് ചെയ്യാമേ. 1, അതായത് 1 ഹാൻഡ് ആണ് 10 പറയുന്നത്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നിങ്ങളൊരു 15 വെച്ച് ചെയ്തോട്ടോ. നിങ്ങൾക്ക് നല്ല ഫേസ് വാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 15 വെച്ച് നമ്പർ എടുത്തോ. ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോ, അതുകൊണ്ടാണ് 10 എടുത്തേക്കുന്നത്. പിന്നെ ഇതുണ്ടല്ലോ, ഈ കയ്യിലെടുത്തിട്ട് മടക്കിയിട്ട് ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ വെക്കുക. കണ്ടല്ലോ, ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ നമ്മുടെ തള്ള വിരലുണ്ടല്ലോ അതിങ്ങനെ അകത്തേക്ക് പുഷ് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് ഇത് ഇവിടെ വെക്കണം. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ പ്രസ് ചെയ്യാൻ പോണേ. 1 2 3 4 5 6 7 8 9 10. കണ്ടോ? നിങ്ങളുടെ വ്യത്യാസം കണ്ടോ? അതെ, കണ്ടോ? ഈ സൈഡ് എനിക്ക് കയറിയ പോലെ തോന്നില്ലേ? ഈ സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നില്ലേ? നോക്ക്, ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? പെട്ടെന്നുള്ള ഡിഫറൻസ് ആട്ടാ. ഇതേ, ഇത് ഫേസ് കറക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ? ഭയങ്കര വിസിബിൾ ചേഞ്ച് അല്ലേ? നോക്ക്. നിങ്ങൾ സംസാരിക്കുക ചെയ്യണ്ട. ഇപ്പൊ ഞാൻ വീഡിയോ ആയതുകൊണ്ട് കൗണ്ട് ചെയ്താ ചെയ്യുന്നത്. നിങ്ങൾ മിണ്ടാതെ ചുപ്രഹോ. അപ്പൊ നമുക്ക് അടുത്ത് ചെയ്യാമേ. 1 2 3 4 5 6 7 8 9 10. കണ്ടോ? ഇപ്പൊ ഈക്വൽ ആയില്ലേ? അപ്പൊ അങ്ങനെ രണ്ട് സൈഡും ചെയ്യാമേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഫേസ് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യണേ. അതൊരു 10 ടൈംസ് ചെയ്യാമേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് സൈഡ് 1 2 3 4 5 6 7 8 9 10. എല്ലാം നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ അല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ്. കൈയില്ലേ, നമ്മൾ ഏത് കൈയാണ് എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഫേസ് എടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെ എടുക്കാം. നമ്മൾ മുഖം കുത്തിയിരിക്കില്ലേ, അങ്ങനെ. എന്നിട്ട് ഇതാ എന്നിട്ട് ഈ കൈ ഉണ്ടല്ലോ അത് ഇങ്ങനെ എടുക്കാം. ഇതൊരു 3 or 5 ടൈംസ് ചെയ്താൽ മതിയേ. അപ്പൊ നെക്സ്റ്റ് സൈഡും അത് റിലാക്സ്ഡ് ആയിട്ട് തോന്നും കേട്ടോ നമ്മളിത് ചെയ്യുവാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കണ്ണടയ്ക്കുക കേട്ടോ. അത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വെക്കണേ. വലിച്ചു പിടിക്കണേ, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത്ര മതി കേട്ടോ. ഈ എക്സസൈസ് ഒരുപാട് എക്സസൈസ് ഒന്നുമില്ല, ആകെ ഒരു 5 to 6 ബിലോ 10 എക്സസൈസുകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്സസൈസ് ആണ്. അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്യാം കേട്ടോ. ഒരു 1 or 2 months ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡിഫറൻസ് തോന്നും. നിങ്ങളുടെ ഫേഷ്യൽ ഫാറ്റ് എന്തായാലും കുറയും കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ചെയ്യാം. അപ്പോൾ മോർണിംഗ് എണീറ്റ് കഴിയുമ്പോൾ ഈ ഓയിലൊക്കെ തേക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായ കാര്യമാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കുളിക്കുന്നതിന് ബാത്ത് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മളൊരു 10 minutes ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെയിലി ഈ ഒരു ബാത്തിന് മുന്നേ ഒരു 10 minutes നമ്മൾ എന്തായാലും ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഓയിലെടുത്ത് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആണെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.